നാഗകന്യക 3യുടെ എപ്പിസോഡ് 23ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേല കണ്ണു തുറക്കാത്തത് കണ്ട് മഹി വിഷമിച്ചിരിക്കുന്നത് കാണുന്ന സുമിത്ര, ബേല ഉറങ്ങട്ടെ, നന്നായി ഉറങ്ങിയതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ട് സുമിത്ര എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. ബേലയുടെ സ്വപ്നത്തിൽ പോകണമെന്ന് പറഞ്ഞു നിൽക്കുകയാണ് റാണിയമ്മ. മഹി ഉറങ്ങിക്കിടക്കുന്ന ബേലയോട് സ്വപ്നത്തിൽ കേട്ട അശരീരിയെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവിടേക്ക് യുവി വരുന്നു. യുവി മഹിയോട് ബേലയെ ഞാൻ നോക്കിക്കൊള്ളാം, മഹിയോട് പോകാനും പറയുകയാണ്. അത് മഹി ബേല എഴുന്നേൽക്കുന്നത് വരെ മഹി ഇരിക്കാമെന്ന് പറയുകയാണ്. യുവി ഓരോന്നും പറഞ്ഞ് മഹിയെ നിർബന്ധിച്ച് പറഞ്ഞു വിടാൻ നോക്കുകയാണ്. ഇതെല്ലാം കാണുന്ന റാണി അമ്മ മഹിയോട് പോകരുതെന്നും മഹി പോയാൽ വിക്രാന്ത് ബേലയെ വിളിച്ചുണർത്തുമെന്നും അങ്ങനെ സംഭവിച്ചാൽ എനിക്ക് ബേലയുടെ സ്വപ്നത്തിൽ പോകാൻ കഴിയില്ല, ഇപ്പോൾ തന്നെ ബേലയുടെ സ്വപ്നത്തിൽ പോകണമെന്ന് റാണിയമ്മ പറയുന്ന സമയം അവിടെ നാഗമായി വരുന്ന വിശാഖ റാണിയമ്മയെ അറ്റാക്ക് ചെയ്യുകയാണ്. വിശാഖയുടെ അറ്റാക്കിൽ റാണിയമ്മയുടെ അദൃശ്യമായ കാല് ദൃശ്യമാവുകയാണ്. ഈ സമയം ദൃശ്യമായ റാണിയമ്മയുടെ കാല് കാണുന്ന യുവി മഹിയോട് കുറച്ച് കാര്യം സംസാരിക്കണമെന്ന് പറഞ്ഞ് മഹിയെ വിളിച്ചുകൊണ്ട് യുവി അവിടെ നിന്നും പോകുന്നു. റൂമിന്റെ പുറത്ത് വരുന്ന യുവി മഹിയോട് ബേലയ്ക്ക് യുവിയാണ് ഇഷ്ടമെന്ന് ബേല എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞതാണ്. പിന്നെ എന്തിനാണ് മഹിയേട്ടൻ ബേലയുടെ പുറകെ നടക്കുന്നത്? എന്ത് പ്രതീക്ഷയാണ് ഇനി മഹിയേട്ടനുള്ളതെന്ന് ചോദിക്കുകയാണ്. ബേല എന്നോട് ഒരിക്കലും ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടില്ല, അതുമല്ല എന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ബേലയുടെ തീരുമാനം എന്താണെന്ന് അറിയുന്നത് വരെ ഞാൻ ബേലയുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മഹി. ശേഷം മഹി ബേലയ്ക്ക് കുടിക്കാൻ വെള്ളം എടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. മഹി പോകുന്നത് കാണുന്ന യുവി നാഗമായി മാറി ബേലയുടെ റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം ബേലയുടെ സ്വപ്നത്തിൽ പോകുന്ന റാണി അമ്മ വളരെ ടെൻഷനോടെയും പേടിയോടെയും ബേലയോട്, നീ കൂടുതൽ വിശ്വസിക്കുന്നവർ നിന്നെ ചതിക്കുകയാണ്, അവർ പറയുന്നതെന്ന് നീ വിശ്വസിക്കരുത്, നിന്നെ അവർ കൂടെ നിന്ന് ചതിക്കുകയാണ്, എനിക്ക് അവർ ആരാണെന്ന് പറയാൻ കഴിയുന്നില്ല, അവരുടെ പേര് പറയാൻ എനിക്ക് അനുവാദമില്ല എന്നൊക്കെ പറയുകയാണ് റാണിയമ്മ. അപ്പോൾ റാണിയമ്മയുടെ ശരീരം അദൃശ്യമാകുന്നത് കാണുന്ന ബേല ആ കാര്യം അമ്മയോട് ചോദിക്കുമ്പോൾ, ഞാൻ ജീവനോടെ ഉണ്ടെന്ന സത്യം അവർ അറിഞ്ഞു കഴിഞ്ഞു, അവർ എന്നെ സ്വപ്നലോകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ നോക്കുകയാണെന്ന് പറയുകയാണ്. ഈ സമയം വിശാഖ റാണിയമ്മയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാന റാണിയമ്മയുടെ ശരീരം മുഴുവനായി ദൃശ്യമാകുന്നു. അത് കാണുന്ന വിശാഖയും വിക്രാന്തും നാഗത്തിൽ നിന്ന് യഥാർത്ഥ രൂപത്തിലാവുകയാണ്. വിക്രാന്ത് റാണിയമ്മയോട്, ആരാണ് നിങ്ങളെ രക്ഷപ്പെടുത്തിയത്, അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന റാണിയമ്മ ബഹളം വെച്ച് ബേലയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നത് കാണുന്ന വിക്രാന്തും വിശാഖയും കൂടി റാണിയമ്മയുടെ വാ അടച്ചു പിടിക്കുകയാണ്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ചേർന്ന് റാണിയമ്മയെ അവിടെ മറച്ചു വെക്കുകയാണ്. ഈ സമയം ബേലയുടെ സ്വപ്നത്തിലെ റാണിയമ്മ ബേലയോട്, അവർ ആരാണെന്ന് അറിയാനുള്ള ഒരു അടയാളം പറഞ്ഞു തരാമെന്നും അവരിൽ നിന്ന് നീ എപ്പോഴും അകന്നു തന്നെ നിൽക്കണമെന്നും പറഞ്ഞിട്ട് ആ അടയാളം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ റാണിയമ്മ അപ്രത്യക്ഷമായി പോകുന്നു. അത് കണ്ട് ബേല അമ്മ എന്ന് അലറി വിളിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. ആ സമയം ബേലയുടെ അടുത്ത് വരുന്ന വിക്രാന്ത് ബേലയോട് സ്വപ്നത്തിൽ റാണിയമ്മ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അമ്മ ഒരു മുന്നറിയിപ്പ് തന്നു, പിന്നെ ഒരു അടയാളത്തിനെ കുറിച്ചും പറഞ്ഞു, പക്ഷെ ആ അടയാളം എന്താണെന്ന് മാത്രം എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് ബേല പറയുന്നത് കേൾക്കുന്ന വിക്രാന്ത് ആ അടയാളം എന്താണെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറഞ്ഞ് ബേലയെ നിർബന്ധിക്കുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന ബേല, എനിക്ക് റെസ്റ്റ് എടുക്കണം, ചിലപ്പോൾ അമ്മ സ്വപ്നത്തിൽ വരുമായിരിക്കും എന്ന് പറഞ്ഞ് ബേല കിടക്കുകയാണ്. ബേല കിടക്കുന്നത് കാണുന്ന വിക്രാന്ത് അവിടെ നിന്നും പോകുന്നു. ഇതിനിടയിൽ വിശാഖ റാണി അമ്മയെയും കൊണ്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. മറുവശത്ത് ബുൾട്ടുവിന്റെ ഗേൾ ഫ്രണ്ടായ സോനൽ അവിടെ വരുന്നു. സോനൽ ബുൾട്ടുവിനോട് ഒരു സീക്രട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ബുൾട്ടുവിനെ മാറ്റി നിർത്തിയിട്ട് ബുൾട്ടുവിനോട് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ്. അത് അനുവിന്റെ മരണവുമായി റിലേറ്റഡ് ആയതാണ്. അതെല്ലാം കേട്ട് പേടിച്ചു നിൽക്കുകയാണ് ബുൾട്ടു. മറുവശത്ത് വിക്രാന്ത് റാണിയമ്മയോട് സ്വപ്നത്തിൽ പോയി ബേലയ്ക്ക് എന്ത് മുന്നറിയിപ്പാണ് കൊടുത്തത്, ബേലയോട് ഏത് അടയാളത്തിന്റെ പറ്റിയാണ് പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ്. റാണിയമ്മയെ അവർ ഒരു സീക്രട്ട് പ്ലേസിൽ കൊണ്ടുപോയി കെട്ടിയിട്ടിരിക്കുകയാണ്. റാണിയമ്മ ആരെങ്കിലും രക്ഷിക്കാൻ വരാൻ പറഞ്ഞ് അലറി വിളിക്കുകയാണ്. എത്ര ചോദിച്ചാലും എത്ര ശ്രമിച്ചാലും എന്നെ കൊന്നാലും ഞാൻ ഒന്നും പറയില്ല എന്ന് പറയുകയാണ് റാണിയമ്മ. അത് കേട്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് പകുതി നാഗമായി മാറി റാണിയമ്മയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ വിശാഖ വിക്രാന്തിനെ തടയുകയാണ്. എന്നിട്ട് റാണിയമ്മ ജീവനോടെ ഇരുന്നാൽ നമുക്ക് എപ്പോഴെങ്കിലും അത് പ്രയോജനപ്പെടും, ബേലയെ കൺട്രോളിൽ കൊണ്ടുവരാൻ റാണിയമ്മ ജീവനോടെ ഇരിക്കുന്നത് നല്ലതാണ്, റാണിയമ്മയ്ക്ക് വേണ്ടി ബേല എന്ത് വേണമെങ്കിലും ചെയ്യുമെന്നൊക്കെ പറയുകയാണ് വിശാഖ. അത് കേൾക്കുന്ന റാണിയമ്മ, നിങ്ങൾ രണ്ടുപേരും ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ ഇതിനൊരിക്കൽ അനുഭവിക്കുമെന്ന് പറഞ്ഞിട്ട് വിശാഖ
വിശാഖയോട്, നീ നിന്റെ ഫ്രണ്ടിനെയാണ് ചതിക്കുന്നത്, റാണിയമ്മയോടാണ് നീ തെറ്റ് ചെയ്യുന്നത്, ഇതിനെല്ലാം അനുഭവിക്കും, ഇതെന്റെ ശാപമാണ്, എന്റെ മകളുടെ പുറകിൽ നിന്നാണ് നീ യുദ്ധം ചെയ്യുന്നത്, ഇതുപോലെ തന്നെ നീ വിശ്വസിക്കുന്നവരും നിന്റെ പുറകിൽ നിന്ന് നിന്നെ ചതിക്കും എന്നൊക്കെ ശപിക്കുന്നത് പോലെ പറയുകയാണ്. ശേഷം വിക്രാന്ത് അവിടേക്ക് 2 കീരികളെ വിളിച്ചു വരുത്തുകയാണ്. കീരികൾ ഇവിടെ ഉണ്ടെങ്കിൽ റാണിയമ്മ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകില്ല. ഇവർ 2 പേരും എന്റെ ഫ്രണ്ട്സ് ആണ്. ഒരു ആവശ്യം വന്നാൽ ശത്രുവിനെയും ഫ്രണ്ട് ആക്കാം എന്ന് വിശാഖയോട് പറഞ്ഞിട്ട് വിക്രാന്ത് പോകുമ്പോൾ വിശാഖ വിക്രാന്തിന്റെ പുറകെ പോവുകയാണ്. റാണിയമ്മയുടെ സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി റാണിയമ്മയുടെ വായിൽ തുണി കൊണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ്. മറുവശത്ത് റൂമിൽ മഹി വരുമ്പോൾ ബേല എഴുന്നേൽക്കുകയാണ്. അപ്പോഴും ബേല അമ്മ സ്വപ്നത്തിൽ പറഞ്ഞ അടയാളം എന്താണെന്ന് ഓർത്തെടുക്കാൻ ട്രൈ ചെയ്യുകയാണ്. ബേലയുടെ അടുത്ത് വരുന്ന മഹി ബേലയോട്, നമ്മുടെ റിലേഷനെ കുറിച്ച് സംസാരിക്കണം, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം, ഈ കാര്യങ്ങൾ അത്യാവശ്യമാണ്, ഈ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് നിനക്ക് തോന്നുന്നില്ലേ ബേല എന്ന് മഹി പറയുന്നുണ്ടെങ്കിലും ബേല അതൊന്നും ശ്രദ്ധിക്കാതെ അമ്മ പറഞ്ഞ അടയാളത്തെ കുറിച്ച് ആലോചിക്കുകയാണ്. ചിലപ്പോൾ ഉറങ്ങിയാൽ അമ്മ സ്വപ്നത്തിൽ വരും, അപ്പോൾ അമ്മയോട് ചോദിക്കാമെന്ന് വിചാരിക്കുന്ന ബേല മഹിയോട് ലൈറ്റ്സ് ഓഫ് ചെയ്തിട്ട് പോകാൻ പറഞ്ഞിട്ട് ബേല കിടക്കുകയാണ്. മഹി പറയുന്നതൊന്നും ബേല കേൾക്കാൻ പോലും മനസ്സ് കാണിക്കാത്തത് കാണുന്ന മഹിക്ക് ദേഷ്യം വരികയാണ്. മഹി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോൾ ബേല ഉറങ്ങുകയാണ്. ഈ സമയം വിശാഖ വിക്രാന്തിനോട്, പെട്ടെന്ന് തന്നെ യുവിയായും വിശാഖയായും നമ്മൾ തിരിച്ചു പോയില്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഡൗട്ട് തോന്നുമെന്നും പറഞ്ഞ് വിശാഖ പോകുമ്പോൾ വിശാഖയ്ക്ക് തലകറക്കം വരികയും തൊണ്ട വരണ്ട് പൊട്ടുന്നത് പോലെ തോന്നുകയും ചെയ്യുകയാണ്. ആ കാര്യം വിശാഖ വിക്രാന്തിനോട് പറയുകയും ചെയ്യുകയാണ്. വിശാഖ വെപ്രാളം കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും ബഹളം വെക്കുകയും കരയുകയും ചെയ്യുകയാണ്. വിക്രാന്ത് വിശാഖയെ തന്നെ നോക്കി നിൽക്കുകയാണ്. കുറച്ചു കഴിയുമ്പോൾ വിക്രാന്ത് വിശാഖയോട്, നീ ഇപ്പോൾ വെള്ളം കുടിച്ചാലും നിന്റെ പ്രശ്നം മാറില്ല, റാണിയമ്മ മനുഷ്യനായിരുന്നപ്പോഴോ നാഗമായിരുന്നപ്പോഴോ അല്ല നീ അറ്റാക്ക് ചെയ്തത്, റാണിയമ്മ ഒരു ആത്മാവായിരുന്നപ്പോഴാണ് നീ അവരെ അറ്റാക്ക് ചെയ്തത്, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. നമ്മൾ നാഗങ്ങൾക്ക് ആത്മാക്കളെ ഉപദ്രവിക്കാനുള്ള അനുവാദമില്ല, അത് വലിയൊരു പാപമാണ്, നീ അങ്ങനെ ഒരു പാപം ചെയ്തിരിക്കുകയാണ്, ആ പാപത്തിന്റെ ഫലം നീ തന്നെ അനുഭവിക്കണമെന്ന് പറയുകയാണ് വിക്രാന്ത്. ഇതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടാവില്ലേ, എന്നെ ഹെൽപ്പ് ചെയ്യേ വിക്രാന്ത് എന്ന് വിശാഖ വളരെ ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടും ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത്, എനിക്ക് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയില്ല, നീ റാണിയമ്മയുടെ ആത്മാവിനെ അറ്റാക്ക് ചെയ്തത് എത്രത്തോളമാണോ അത്രത്തോളം നീ കഷ്ടപ്പെടും, അവസാനം നീ മരിക്കും, നീ നിന്റെ ഫ്രണ്ടായി എനിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്തതാണ്, ഈ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് തറയിൽ കിടക്കുന്ന വിശാഖയെ മുകളിലൊരു പഴയ സോഫയിൽ കിടത്തിയിട്ട് വിക്രാന്ത് അവിടെ നിന്ന് പോകുന്നു. വിശാഖ വിക്രാന്ത് ചതിച്ചതോർത്ത് വിഷമിച്ച് കരയുകയാണ്. ആ സമയം വിശാഖയ്ക്ക് ACPയെ ഓർമ്മ വരുന്നു. ACP മരണസമയത്ത് പറഞ്ഞ വാക്കുകൾ ഓർമ്മ വരുന്ന വിശാഖ കരയുകയാണ്. വിശാഖയ്ക്ക് ACPയുടെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ഓർമ്മ വരികയാണ്. അതെല്ലാം ഓർത്ത് കിടക്കുന്ന വിശാഖ മയങ്ങി പോവുകയാണ്. അടുത്ത സീനിൽ ബേല അമ്മ സ്വപ്നത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ റീകളക്ട് ചെയ്തിട്ട് എഴുന്നേറ്റ് അതിനെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. റാണിയമ്മ ഏതോ ഒരു കാര്യം ബേലയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എത്ര ഓർമ്മിച്ച് നോക്കാൻ ശ്രമിച്ചിട്ടും ബേലയ്ക്ക് അത് എന്താണെന്ന് ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്നില്ല. മറുവശത്ത് മഹി സുമിത്രയോട് ബേലയുമായി ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്നും പരസ്പരം സ്നേഹമില്ലാത്ത ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്നും ബേലയെ ഡിവോഴ്സ് ചെയ്യാൻ പോവുകയാണെന്നും പറയുകയാണ്. ഇതെല്ലാം അറിയുന്ന സൈക്കിൾ മഹിയോട്, ചേട്ടൻ വൈഫിനെ ഡിവോഴ്സ് ചെയ്യുകയും അനിയൻ ചേട്ടന്റെ വൈഫിനെ വിവാഹം ചെയ്യുന്നതും ഈ വീട്ടിൽ നടക്കില്ല, ഞാൻ അതിന് സമ്മതിക്കില്ല, നിനക്ക് നിന്റെ വൈഫിനെ വേണ്ട എങ്കിൽ ഡിവോഴ്സ് ചെയ്ത് ബേലയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്ന് പറയുകയാണ്. ഇതെല്ലാം കേട്ട് റൂമിന്റെ പുറത്ത് നിൽക്കുന്ന വിക്രാന്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഹി ഡോർ തുറക്കാൻ നോക്കുമ്പോൾ അവിടെ യുവി വരുന്നു. മഹി യുവിയോട് മഹി എടുത്ത തീരുമാനത്തിനെ കുറിച്ച് പറയുകയാണ്. ആ സമയം അവിടെ ബുൾട്ടു വരുന്നു. ബുൾട്ടു മഹിയോട്, എന്റെ ഗേൾഫ്രണ്ടായ സോനൽ അനു മരിച്ച ദിവസം ഇവിടെ ഉണ്ടായിരുന്നു, അവൾ അനുവിന്റെ റൂമിൽ നിന്ന് ഒരു ലേഡിയുടെ വോയിസ് കേട്ടു, അവർ മഹിയെയും ബേലയെയും പിരിക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അനുവിന്റെ മരണമാണെന്ന് പറയുന്നത്. സോനൽ കേട്ട കാര്യം ബുൾട്ടു പറയുന്നത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. മറുവശത്ത് ബേല ഓർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ബേലയ്ക്ക് അമ്മ പറഞ്ഞത് കുറച്ച് കുറച്ചായി ഓർമ്മ വരികയാണ്. വ്യക്തമല്ലാത്ത ഒരാളുടെ രൂപം റാണി അമ്മ ബേലയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട്, ഇതാണ് നിന്റെ ശത്രു, നീ ഇയാളെ തിരിച്ചറിയണം, നിനക്ക് തിരിച്ചറിയാനുള്ള എളുപ്പ വഴിയാണ് അയാളുടെ കൈപ്പത്തി, ഈ കൈപ്പത്തിയിലുള്ള ആളിനെ നീ കണ്ടുപിടിക്കണം, അയാളാണ് നിന്റെ ശത്രു,
നീ അയാൾ പറയുന്നതൊന്നും വിശ്വസിക്കരുത്, എനിക്ക് അയാളുടെ പേര് പറയാനുള്ള അനുവാദമില്ല എന്നൊക്കെ പറയുകയാണ്. ഇതെല്ലാം ഓർമ്മ വരുന്ന ബേലയ്ക്ക് വിക്രാന്ത് പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കണമെന്ന് തോന്നുകയാണ്. ഫസ്റ്റ് മഹിയുടെ കൈ ചെക്ക് ചെയ്ത് നോക്കാമെന്ന് തീരുമാനിക്കുന്ന ബേല അവിടെ നിന്ന് മഹിയെ അന്വേഷിച്ചു പോവുകയാണ്. ഈ സമയം സോനൽ എല്ലാവരോടും അനു മരിച്ച ദിവസം നടന്നത് പറയുകയാണ്. അനുവിന്റെ റൂമിൽ 2 പേരുണ്ടായിരുന്നു എന്നും അതിലൊരു ലേഡി മഹിയെയും ബേലയും പിരിക്കുന്ന കാര്യത്തെ കുറിച്ച് പറയുന്നത് കേട്ടു എന്നും ആ റൂമിൽ നടന്നതെല്ലാം സോനലിന്റെ ഫോണിൽ ഫോട്ടോ എടുത്തു. പേടി കാരണം ഫോൺ അനുവിന്റെ റൂമിന്റെ അകത്ത് വീണു എന്നും പറയുകയാണ്. ഇതെല്ലാം കേട്ട് നിൽക്കുന്ന യുവി എന്റെ അമ്മയെയും എന്നെയും ഈ പെൺകുട്ടി കണ്ടു കാണുമോ എന്ന ഡൗട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ സോനൽ ഞാൻ അവരുടെ മുഖം കണ്ടിട്ടില്ല, പക്ഷെ ആ ഫോൺ കണ്ടുപിടിച്ചാൽ ആ ഫോണിൽ അവരുടെ മുഖം കാണാൻ കഴിയുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന യുവി അവരാരും കാണാതെ അവിടെ നിന്ന് പോകുന്നു. സൈക്കിൾ നമുക്ക് ആദ്യം ആ ഫോൺ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അനുവിന്റെ റൂമിലേക്ക് പോവുകയാണ്. ശേഷം റൂമിൽ പോകുന്ന യുവിക്ക് സോനലിന്റെ ഫോൺ കിട്ടുകയാണ്. ഉടൻ തന്നെ യുവി ആ ഫോൺ ആരും കാണാതെ മറച്ചു വെക്കുകയാണ്. ആ സമയം അവിടേക്ക് എല്ലാവരും വരുന്നു. യുവി അവരോട് ഫോൺ ഇവിടെയെന്ന് നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഫോൺ അവിടെ എല്ലാം നോക്കുകയാണ്. ഈ സമയം റൂമിന്റെ പുറത്ത് ഫോൺ അന്വേഷിച്ച് നടക്കുന്ന മഹിയുടെ അടുത്ത് പോകുന്ന ബേല മഹിക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ മഹിയുടെ കൈ നോക്കാൻ ശ്രമിക്കുകയാണ്. മഹി ബേലയെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ബേല മഹിയുടെ പുറകെ നടക്കുകയാണ്. അത് കാണുന്ന മഹി ബേലയോട് ഞാൻ നിന്റെ പുറകെ വരുമ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്യും, എന്നിട്ട് നിനക്ക് തോന്നുമ്പോൾ നീ എന്റെ പുറകെ വരും, നിനക്ക് എന്താണ് പ്രോബ്ലം ബേല, നീ എന്നെ വെച്ച് ഗെയിം ചെയ്യുകയാണോ ബേല എന്ന് ചോദിക്കുകയാണ്. ഈ സമയം സൈക്കിളിനോട് യുവി റൂമിൽ ഫോൺ കാണുന്നില്ല, ഗാർഡനിൽ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് യുവി ഗാർഡനിൽ പോയിട്ട് ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യാൻ നോക്കുന്ന സമയം അവിടെ സോനൽ വരുന്നു. അനുവിന്റെ റൂമിൽ സോനൽ ആദ്യം വന്നപ്പോൾ തന്നെ യുവി ഫോൺ എടുത്ത് മറച്ചു വെക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. സത്യം എന്താണെന്നറിയാൻ വേണ്ടിയാണ് സോനൽ വെയിറ്റ് ചെയ്തത്. സോനലിന്റെ മുന്നിൽ യുവി വിക്രാന്തായി മാറുന്നു. വിക്രാന്തിനെ കണ്ട് പേടിക്കുകയാണ് സോനൽ. വിക്രാന്ത് ഫോണിൽ നീ എന്തൊക്കെയാണ് സേവ് ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വിക്രാന്ത് ഫോൺ നോക്കുന്ന സമയം സോനൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണുന്ന വിക്രാന്ത് പകുതി നാഗമായി മാറി വാലുകൊണ്ട് സോനലിനെ ചുറ്റിപ്പിടിക്കുകയാണ്. എന്നിട്ട് വിക്രാന്ത് സോനലിനോട് നീ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്റെ മുന്നിൽ നിനക്ക് പേടിയോടെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നതെന്ന് നിനക്ക് കാണണ്ടേ എന്ന് പറഞ്ഞിട്ട് ഫോൺ നോക്കുന്ന വിക്രാന്ത് ഫോണിൽ വിക്രാന്തിന്റെയും വിക്രാന്തിന്റെ അമ്മയുടെ ഫോട്ടോയും കാണുകയാണ്. അത് കണ്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് സോനലിനോട് എന്റെ അമ്മയുടെ ഫോട്ടോ എടുത്ത നിനക്ക് ഞാൻ തരുന്ന ശിക്ഷ വലുതായിരിക്കും എന്ന് പറയുകയാണ്. സോനൽ പേടിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് ബേല മഹിയുടെ കൈപ്പത്തി കാണുകയാണ്. അത് കാണുന്ന ബേലയ്ക്ക് മഹിയല്ല ശത്രു എന്നും മഹിയല്ല അമ്മയുടെ മരണത്തിന് കാരണക്കാരനെന്നും മനസ്സിലാക്കുന്ന ബേല സന്തോഷം കൊണ്ട് മഹിയെ കെട്ടിപ്പിടിക്കുകയാണ്. സന്തോഷം കൊണ്ട് ബേല എന്തൊക്കെയോ പറയുകയാണ്. ബേല പറയുന്നതൊന്നും മനസ്സിലാവാത്തത് കൊണ്ട് മഹി അവിടെ നിന്ന് പോകുന്നു. മഹി അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്റെ ശത്രു, മഹിയല്ല എന്ന് വിക്രാന്തിനോട് പറയണം. വിക്രാന്ത് ഇപ്പോൾ എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് വിക്രാന്തിനെ അന്വേഷിച്ചു പോവുകയാണ് ബേല. ഈ സമയം വിക്രാന്ത് സോനലിനെ വലിച്ചിഴച്ചുകൊണ്ട് സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് സോനലിനോട് നിന്നെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ എനിക്ക് ഒരാളുടെ അനുവാദം ചോദിക്കണം, ആ ആളിന്റെ ഫോട്ടോയാണ് നീ ഫോണിൽ എടുത്തത് എന്ന് പറഞ്ഞിട്ട് വിക്രാന്തിന്റെ അമ്മയുടെ ഫോട്ടോ സോനലിന് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഫോട്ടോ കണ്ട് സോനൽ ഞെട്ടുകയാണ്. സോനലിന് അറിയാവുന്ന, സോനൽ കണ്ടിട്ടുള്ള, സോനലിന് അടുത്ത് അറിയാവുന്ന ആരോ ആയിരുന്നു ആ ഫോട്ടോയിൽ ഉള്ളത്. ശേഷം വിക്രാന്ത് സോനലിനെ ഉപദ്രവിക്കുകയാണ്. ഈ സമയം വിക്രാന്തിനെ അന്വേഷിച്ച് നടക്കുന്ന ബേല സ്റ്റോർ റൂമിൽ നിന്ന് സൗണ്ട് വരുന്നത് കേട്ട് അവിടേക്ക് പോവുകയാണ്. ബേല എന്തോ കണ്ട് പേടിച്ച് അലറി വിളിക്കുകയാണ്. ബേലയുടെ നിലവിളി കേട്ട് അവിടെ വരുന്ന എല്ലാവരും സോനൽ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. മഹി പോലീസിനെ വിളിച്ചറിയിക്കുന്നു. ശേഷം പോലീസ് വന്ന് സോനലിന്റെ ബോഡി എടുത്തുകൊണ്ട് പോവുകയാണ്. യുവി സോനലിന്റെ കാര്യം വലിയൊരു പ്രോബ്ലം ആക്കണ്ട എന്നും സോനൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളത് കൊണ്ട് സൂയിസൈഡ് ചെയ്തതായിരിക്കുമെന്നും പറയുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന പോലീസ് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. സോനലിന്റെ സ്വഭാവത്തെ കുറിച്ച് കുറ്റം പറയുകയാണ് യുവി. ബുൾട്ടുവുമായി എന്തെങ്കിലും ഇഷ്യൂ കാണും, അതാണ് സോനൽ മരിച്ചതെന്ന് പറഞ്ഞ് യുവി എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. സോനൽ പറഞ്ഞ എവിഡൻസ് ആയി ആ ഫോൺ ആർക്കും കിട്ടിയിട്ടില്ല, ഇതെല്ലാം നമ്മുടെ എല്ലാവരുടെയും അറ്റൻഷൻ കിട്ടാൻ വേണ്ടി സോനൽ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയുകയാണ് യുവി. അതെല്ലാം കേൾക്കുന്ന ബേലയ്ക്ക് വിക്രാന്തിന്റെ കൈപ്പത്തി കൂടി
കാണണമെന്ന് തോന്നുകയാണ്. മഹി ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്ററെ ഏർപ്പാട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. ആരായിരിക്കും മഹിയെയും ബേലയെയും പിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെന്ന് ബേലയ്ക്ക് ഡൗട്ട് തോന്നുകയും അത് ആരായിരിക്കുമെന്ന് എന്തിനായിരിക്കുമെന്നും ആലോചിച്ച് നിൽക്കുകയാണ് ബേല. മഹി എന്ത് തീരുമാനിച്ചാലും അത് തന്നെയായിരിക്കും ബേലയുടെയും തീരുമാനം. മഹി ആലോചിക്കുന്നത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്. മഹി മനസ്സിൽ വിചാരിക്കുന്നത് തന്നെയാണ് എന്റെ മനസ്സിലും എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുകയാണ് ബേല. അത് കേൾക്കുന്ന മഹി ബേലയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ബേല മഹിയെ നോക്കി നിൽക്കുകയാണ്. അടുത്ത സീനിൽ ബേല വിക്രാന്തിനെ കാണാൻ പോവുകയാണ്. ബേലയെ കാണുന്ന വിക്രാന്ത് ബേലയോട് എന്തൊക്കെയോ പറയുകയാണ്. പക്ഷേ ബേല വിക്രാന്തിന്റെ കയ്യിൽ തന്നെയാണ് നോക്കി നിൽക്കുന്നത്. വിക്രാന്ത് പറയുന്നതൊന്നും ബേല കേൾക്കുന്നില്ല. ഡൗട്ട് തോന്നുന്ന വിക്രാന്ത് ബേലയോട് കാര്യം ചോദിക്കുമ്പോൾ അമ്മ സ്വപ്നത്തിൽ പറഞ്ഞ അടയാളത്തെ കുറിച്ച് വിക്രാന്തിനോട് പറയുകയാണ് ബേല. അത് കേൾക്കുന്ന വിക്രാന്ത് ബേലയോട് വളരെ വിഷമത്തോടെ എന്നെ റൂഹിക്ക് വിശ്വാസമില്ലേ? എന്റെ റൂഹിക്ക് എന്നെ ഡൗട്ട് ആണോ? എന്നെ മനുഷ്യർക്ക് തുല്യമായാണോ നീ കാണുന്നത്? നിനക്ക് എന്റെ കൈ കാണണമെന്ന് തോന്നിയത് തന്നെ എനിക്ക് എന്നോട് തന്നെ നാണക്കേട് തോന്നുകയാണ്. നീ എന്നെ വിശ്വസിക്കേണ്ട, ശത്രുക്കളെ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ വിക്രാന്ത് അവിടെ നിന്നും പോകുന്നു. വിക്രാന്ത് പോകുന്നത് കാണുന്ന ബേലയ്ക്ക് വിഷമം തോന്നുകയാണ്. വിക്രാന്തിന്റെ കൈപ്പത്തി നോക്കാൻ തോന്നിയത് തെറ്റാണെന്ന് ബേലയ്ക്ക് തോന്നുകയാണ്. വിശാഖയെ കുറിച്ച് ബേല ഓർമ്മിക്കുന്നില്ല. മറുവശത്ത് ബേലയെയും എന്നെയും പിരിക്കാൻ ശ്രമിക്കുന്നത് ആരായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് മഹി. ഈ സമയം കീരികൾ റാണിയമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അത് കണ്ട് പേടിച്ച് റാണിയമ്മ മഹാദേവനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അവിടെ അഘോരി ബാവ വരുന്നു. അഘോരി ബാവ റാണിയമ്മയെ ശക്തി പ്രയോഗിച്ച് രക്ഷപ്പെടുത്തുകയാണ്. ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് യുവി ആപ്പിൾ കഴിക്കുന്നത് കണ്ട് മഹിക്ക് ഡൗട്ട് തോന്നുകയാണ്. യുവിക്ക് ഇഷ്ടമില്ലാത്ത ഒരേ ഒരു ഫ്രൂട്ട് ആപ്പിൾ ആണ്. ഇപ്പോൾ യുവിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് മഹി. ഈ സമയം ബേലയുടെ അടുത്ത് ബാവ വരുന്നു. ബാവ നാഗറാണിയോട് പഴയ പാലസിന്റെ അടുത്തുള്ള കാട്ടിലേക്ക് പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറയുകയാണ്. എന്തിനാണ് അവിടേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ് ബേല. ചോദ്യങ്ങൾ ചോദിച്ച് നിൽക്കേണ്ട സമയമല്ല ഇത്. പോകാൻ താമസിച്ചാൽ നാഗറാണിക്ക് വിഷമിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. ഈ സമയം റാണി അമ്മയ്ക്ക് കൊടുക്കാൻ ഫുഡുമായി വരുന്ന വിക്രാന്തിന് റാണി അമ്മ രക്ഷപ്പെട്ട കാര്യം മനസ്സിലാവുകയാണ്. ആ കാര്യം അറിയുന്ന വിക്രാന്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. നാഗറാണിയുടെ അമ്മയായ റാണി അമ്മ ജീവനോടെ ഉണ്ടെന്ന് ബാവ പറയുന്നത് കേട്ട് അതിശയം തോന്നുന്ന ബേല ബാവയോട് എന്റെ അമ്മ എന്റെ കൺമുന്നിൽ വെച്ചാണ് മരിച്ചത്. ആ കാര്യം എനിക്ക് അറിയാവുന്നതാണ്. എന്നാലും അമ്മ സ്വപ്നലോകത്ത് വന്ന് എന്നോട് സംസാരിച്ചു. ഈ കാര്യം ഞാൻ വിക്രാന്തിനോടും പറഞ്ഞതാണ്. പക്ഷേ വിക്രാന്ത് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. സ്വപ്നലോകത്ത് വന്ന് അമ്മ സംസാരിച്ചപ്പോഴേ എനിക്ക് ഡൗട്ട് തോന്നിയതാണ്. അമ്മ ജീവനോടെ ഉള്ള കാര്യം ബാവയും എന്നോട് മറച്ചു വെച്ചു എന്ന് പറഞ്ഞ് ബേല വിഷമിച്ച് നിൽക്കുകയാണ്. അത് കാണുന്ന ബാവ ബേലയോട് ഇപ്പോൾ വിഷമിച്ച് നിൽക്കേണ്ട സമയമല്ല. എത്രയും പെട്ടെന്ന് പോയാൽ റാണിയമ്മയെ രക്ഷിക്കാം. റാണിയമ്മ ആപത്തിലാണെന്ന് പറയുന്നതും ബേല അവിടെ നിന്ന് പോകുന്നു. മറുവശത്ത് യുവിയുടെ സ്വഭാവത്തിൽ ഡൗട്ട് തോന്നുന്ന മഹി യുവിയുടെ റൂം മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കുകയാണ്. സെർച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് ഒന്നും കിട്ടാത്തത് കൊണ്ട് മഹി അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ മഹി യുവി പെട്ടെന്ന് കാറിൽ കയറി കാട്ടിലേക്കുള്ള വഴിയെ പോകുന്നത് കണ്ട് ഡൗട്ട് തോന്നുന്ന മഹി യുവിയുടെ കാറിന്റെ പുറകെ പോവുകയാണ്. ബേലയ്ക്ക് അമ്മയെ രക്ഷിക്കാൻ കഴിയുമോ എന്ന് അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്